വയനാട് ചുണ്ടേലിൽ ഓട്ടോ ഡ്രൈവർ നവാസിനെ വാഹനമിടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ്. പ്രതികളായ സുബിൻ ഷാദ്, സഹോദരൻ അജിൻ ഷാദ് എന്നിവരുമായി വാഹനം ഇടിപ്പിച്ച സ്ഥലത്തും പ്രതികളുടെ ഹോട്ടലിന് മുന്നിലുമാണ് തെളിവെടുപ്പ്. എന്നാൽ തെളിവെടുപ്പ് പ്രഹസനമാണെന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം. പോലീസ് തുടക്കത്തിൽ കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ കൊലപാതകമുണ്ടാകില്ലായിരുന്നുവെന്ന് നവാസിന്റെ ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ തെളിവെടുപ്പിനോട് ബന്ധുക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത്? സ്മൃതി, അല്പം മുൻപാണ് ഈ ചുണ്ടൽ സ്വദേശിയായ നവാസ് എന്ന ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. 3 ഇടങ്ങളിലാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. ഈ വാഹനം ഇടിപ്പിച്ച ചുണ്ടേൽ ടൗണിന് സമീപത്തെ ഫാക്ടറിക്ക് സമീപമുള്ള സ്ഥലത്തൊപ്പം സഹോദരനായ പ്രതികളിൽ ഒരാൾ കാത്തുനിന്ന ചുണ്ടേൽ ടൗണ്, ഒപ്പം അവരുടെ ഈ 2 സഹോദരങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള ഈ ഹോട്ടലിലും അങ്ങനെ 3 ഇടങ്ങളിലാണ് വൈത്തിരി പോലീസ് ഇന്ന് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ മെയ് 4-നാണ് ഈ ചുണ്ടേൽ സ്വദേശിയായ നവാസ് വാഹനാപകടത്തിൽ മരിക്കുന്നത്. പിന്നീട് ഒരു ജീപ്പ് ഇടിച്ചായിരുന്നു മരിച്ചത്. പിന്നീട് ബന്ധുക്കൾ ഈ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിനെ തുടർന്ന് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനൊടുവിലാണ് പോലീസ് അന്വേഷണത്തിനൊടുവിൽ ഈ 2 സഹോദരങ്ങളായ പ്രതികളെ പിടികൂടിയത്. ഈ 2 പ്രതികളുമായാണ് ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നവാസിന്റെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ തെളിവെടുപ്പ് പ്രഹസനം എന്നുള്ള രീതിയിൽ പ്രതികരണം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് പോലീസ് കൃത്യമായുള്ള രീതിയിൽ നേരത്തെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നവാസിന്റെ ബന്ധു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തെളിവെടുപ്പ് എന്താണ് പ്രഹസനം എന്നുള്ള രീതിയിലേക്ക് പറയാനുള്ളത്? തെളിവെടുപ്പ് നമുക്കൊരു സംതൃപ്തികരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്തൊരു 3 ക്രൈം സ്പോട്ട് അതിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ വെറുതെ ജസ്റ്റ് അവരൊന്ന് കാണിച്ചിട്ട് പോകുക മാത്രമേ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നാട്ടുകാരായാലും നമുക്കതൊരു തൃപ്തികരമായൊരു കാര്യമല്ല. പോലീസ് തുടക്കത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ കൊലപാതകം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള രീതിയിലൊരു പ്രതികരണമൊക്കെ നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നല്ലോ. കൊലപാതകം നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മളും തന്നെ ഇതിൻ്റെ ഓരോരോ കാരണങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. പോലീസിൻ്റെ പരാതികൾ നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും കൊടുത്തിട്ടുമുണ്ട്. പോലീസിൻ്റെ ചിലപ്പോൾ അവരുടേതായ രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ടാകും. പക്ഷെ നമുക്കിതിൽ ഒരു പൂർണ്ണ സംതൃപ്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ വിശദമായ അന്വേഷണം വേണമെന്നാണോ? ഗൂഢാലോചന അടക്കം അന്വേഷിക്കണം? തീർച്ചയായിട്ടും വേണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇനിയും പ്രതികൾ ചിലപ്പോൾ ഇതിലുണ്ടോ എന്നുള്ള അവർ 2 ഏട്ടനന്യന്മാർ തമ്മിൽ ഇതിൽ ഗൂഢാലോചന ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരി, തീർച്ചയായിട്ടും.